ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ജാമ്യ ഹർജി ഇന്നു തന്നെ കേൾക്കണമെന്ന ആവശ്യം തള്ളി. എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണനയെന്ന് ഓർമ്മപ്പെടുത്തൽ. ഹുങ്കിന്റെ കൊമ്പൊടിഞ്ഞു. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നു. അഭിഭാഷകൻ ശ്രീ പ്രമോദ് പുഴങ്കര, പൊതുപ്രവർത്തക അഡ്വക്കേറ്റ് വീണ നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒപ്പം ശ്രീ ലാസർ ഷൈൻ, എഴുത്തുകാരൻ. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ രാഹുൽ, കേൾക്കാമോ? വരാം രാഹുലിലേക്ക്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, പണം കൊണ്ട് എന്തുമാകാം എന്ന താങ്കളുടെ ഹുങ്കിൽ താങ്കൾ വിശ്വസിക്കൂ. ഞാൻ നമ്മുടെ നാട്ടിലെ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഹളിറോസ് പറഞ്ഞത് ആവർത്തിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിൽ സാധൂകരിക്കപ്പെടുന്നത് ഏറെക്കുറെ ഏറിയും കുറഞ്ഞും ഇപ്പോൾ ഒരു ചർച്ച നടത്തുമ്പോൾ പക്ഷപാതം പാടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും രാജ്യത്തെ നിയമത്തിന് മുകളിൽ പണം പാടില്ല എന്ന് പറയുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ സന്തോഷിക്കാൻ കാരണമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരമൊരു ധാർമ്മികത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആദ്യത്തേതല്ല എന്ന് സാധൂകരിക്കാൻ കഴിയുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. ജനങ്ങൾക്ക് നിരന്തരം അധിക്ഷേപങ്ങൾക്ക് പല വിധത്തിൽ ഇരയാകുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമല്ലേ കോടതിയിൽ നിന്നുണ്ടാവുന്നത്? വാസ്തവത്തിൽ ഈ വിഷയത്തിൽ നിയമപരമായ നടപടി അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വളരെ അധിക്ഷേപാർഹമായ പരാമർശങ്ങൾ നിരന്തരം സ്ത്രീത്വത്തെക്കുറിച്ച് നടത്തുന്ന ഒരാൾ, അയാളൊരു സമൂഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്, ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതീകം കൂടിയാണ് അയാൾക്കെതിരായിട്ടുള്ള ചലച്ചിത്ര താരം കൂടിയായ ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസും അതിനെ തുടർന്നുണ്ടായ അറസ്റ്റും അതിലിപ്പോൾ അയാളുടെ ജാമ്യ ഹർജി പെൻഡിങ്ങിലായതുകൊണ്ട് അയാൾ തടവിൽ കിടക്കുന്നതുമുള്ള ഈ സംഭവത്തിൽ അത് പ്രാരംഭ നടപടികളിലാണ്. അതുകൊണ്ട് നിയമം അയാളെ കുറ്റവിമുക്തനാക്കുമോ അയാളെ ശിക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും പെട്ടെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. പക്ഷേ അതിൻ്റെ സാമൂഹ്യമായ ഒരു അർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾക്കെതിരെ, അതായത് ആ ജീർണമായ പുരുഷാധിപത്യ മൂല്യങ്ങൾക്കെതിരെ, അധികാര മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു സമരം എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ തുടങ്ങി എന്നത് തന്നെ നമ്മളെ നിയമ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതും അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ ആ അധിക്ഷേപം നേരിട്ട ഒരു സ്ത്രീ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ തൻ്റെ സ്വത്വം മറച്ചു വയ്ക്കാതെ തൻ്റെ ഐഡൻറ്റിറ്റി ലജ്ജിക്കേണ്ട ഒന്നാണ് എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾക്കോ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾക്കോ ഇരയാകുന്ന സ്ത്രീകൾക്ക് പൊതുവെ നേരിടേണ്ടി വരുന്ന മാനക്കേട് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പുരുഷാധിപത്യ സമൂഹം അടിച്ചേൽപ്പിച്ചതാണെന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും ഷെയിം ഷുഡ് ചേഞ്ച് സൈഡ്സ് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലജ്ജിക്കേണ്ടത് അത്തരം അധിക്ഷേപാർഹമായ പരാമർശങ്ങൾ നടത്തേണ്ടവരാണ് എന്നുള്ള വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അവർ നടത്തുന്ന ഈ സമരത്തെയും നിയമ പോരാട്ടത്തെയും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് സന്തോഷിക്കാവുന്ന തന്നെയാണ്. ഒപ്പം ഈ ചർച്ചയിൽ അത് വേണ്ടത്ര പറയേണ്ട ഒരു കാര്യം, നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ലെങ്കിലും ഇപ്പം ജാമ്യം കിട്ടാതെ ഒരാൾ ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുകയോ സന്തോഷിപ്പിക്കാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് കേസിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി കാണേണ്ട കാര്യമില്ല. ഇയാളുടെ പരാമർശത്തെക്കുറിച്ച്, ഇയാൾ പ്രതിനിധീകരിക്കുന്ന നേരത്തെ പറഞ്ഞ ജീർണമൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. അയാൾക്ക് ജാമ്യം കിട്ടിയാലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ജാമ്യം നിഷേധിക്കുക എന്നുള്ളതോ ജാമ്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതിനോ ഒക്കെയുള്ള ഇതിപ്പോ പക്ഷേ കോടതി വരെ എത്തിക്കാനാണ് എല്ലാവർക്കും കഴിയുന്നത്. ശ്രീ പ്രമോദ് പുഴങ്കര, അതിനുശേഷം വലിയ അഭിഭാഷകരുണ്ട്, കാശ് കൊടുത്താൽ വരി നിൽക്കാൻ കഴിയുന്ന വലിയ അഭിഭാഷകരുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല, എന്റെ പണത്തിന് മുകളിൽ ഒന്നും പറക്കില്ല എന്ന വലിയ ആത്മവിശ്വാസത്തോടെ ഇതിനെ നേരിടുന്ന ഒരു പറ്റ മനുഷ്യർ കൂടിയുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് നിന്ന നിൽപ്പിൽ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് വരികയായിരുന്നു. ഈ പറയുന്ന കോടതി പറഞ്ഞതുപോലെ ഒരു കൊമ്പുമില്ല, ഇത് സാധാരണഗതിയിൽ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കാമെന്നൊരു നിലപാടെടുക്കാതെ ഇന്നു തന്നെ മിനിറ്റുകൾ വെച്ച് പുറത്തേക്ക് വരികയാണെങ്കിൽ കാണേണ്ടി വരുന്ന ഒരു ആഹ്ലാദ പ്രകടനമുണ്ടല്ലോ, അതുണ്ടായില്ലല്ലോ എന്നത് ആശ്വാസകരമല്ലേ? അത് ചെറിയൊരു കാലത്തേക്ക് നമുക്ക് ആശ്വാസമാണ്. അയാൾ 4 ദിവസം കഴിഞ്ഞോ 5 ദിവസം കഴിഞ്ഞോ പരമാവധി റിമാൻഡ് കാലാവധിയുടെ ആ ഒരു കാലം കഴിഞ്ഞോ അയാൾ പുറത്ത് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജാമ്യം അതിനു മുമ്പ് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ജാമ്യം അനുവദിക്കുക എന്നുള്ളത് എൻ്റെ മാനദണ്ഡങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പലതുമാണ്. അതായത് പ്രതി കുറ്റാരോപിതൻ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുമോ എന്നുള്ളത്, അയാൾ കുറ്റകൃത്യം ആവർത്തിക്കുമോ എന്നുള്ളത്, അതുപോലെ തന്നെ അയാൾ ഈ കുറ്റകൃത്യത്തിന് ഇരയായ ആളുകളെ വേട്ടയാടുമോ എന്നുള്ളത്, ഇങ്ങനെയൊക്കെ
ശിക്ഷയ്ക്കുള്ള ചില മാനദണ്ഡ അന്വേഷണത്തിന് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഇയാൾ തടവിൽ കിടക്കേണ്ടതുണ്ടോ, ഇയാളെ ഡീറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് മുതലായ മാനദണ്ഡങ്ങളിലാണ്, നിയമപരമായ മാനദണ്ഡങ്ങളിലാണ് ജാമ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതും ചെയ്യേണ്ടതും. അതിന് സമൂഹത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അക്കാര്യത്തിൽ കോടതികൾ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നീതിയുടെ ഒരു പൊതുവായ അടിസ്ഥാനം. അതവിടെ നിൽക്കട്ടെ. ഞാൻ ജാമ്യം നിഷേധിക്കുന്നതിനെയോ ജാമ്യത്തിൻ്റെ വിഷയങ്ങളെയോ കുറിച്ച് മാത്രം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ പുറത്തു വന്നില്ല എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ പ്രശ്നം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ ഇന്ന് പുറത്തു വന്നാൽ തന്നെയും ആ വിഷയത്തിലുള്ള ഒരു സമരത്തിലും ആ വിഷയത്തിൽ നടത്തുന്ന നിയമ പോരാട്ടത്തിലുമെല്ലാം അതിൻ്റെ റെലവൻസ് വളരെ കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അതായത് ബോബി ചെമ്മണ്ണൂർ പ്രതിനിധീകരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ മാത്രമല്ല, ഈ കേരളത്തിലെ നിരവധിയായ സ്ത്രീകൾക്ക്, കേരളത്തിലെന്നല്ല നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ലൈംഗികാതിക്രമങ്ങളുടെയും ലൈംഗിക അധിക്ഷേപങ്ങളുടെയും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള മാനസികാവസ്ഥയെയും പുരുഷാധിപത്യ സാമൂഹ്യ അധികാരത്തെയും സാധൂകരിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ പ്രതീകമാണ് ബോബി ചെമ്മണ്ണൂർ. നമ്മൾ നോക്കിയാൽ കാണാം, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് നിരവധിയായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തുന്ന മനുഷ്യരാരാണ്? ഒരു സ്ത്രീയെ അവരുടെ സാമൂഹ്യമായ നില എന്ന് പറയുന്നത് കേവലം സ്ത്രീ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി മാത്രമാണെന്നും അത് പുരുഷൻ്റെ കീഴിൽ നിൽക്കേണ്ട ഒന്നാണെന്നുമുള്ള രീതിയിൽ അധിക്ഷേപം ഉയർത്തുന്നത് രാഷ്ട്രീയ നേതാക്കൾ, ചലച്ചിത്ര താരങ്ങൾ മുതലായ നിരവധി പേർ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലും അങ്ങനെയല്ലേ പറയുന്നത്? ഒരു മുൻമന്ത്രിയായ മണിയുടെ പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ ലിപ്സ്റ്റിക് ഇട്ട് വരുന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ ഒരു ബോബി ചെമ്മണ്ണൂർ ലൈറ്റർ വേർഷൻ എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ഇയാളടക്കം പ്രതിനിധാനം ചെയ്യുന്ന ഈ ബോബി ചെമ്മണ്ണൂരടക്കം പ്രതിനിധാനം ചെയ്യുന്ന ഈ ആണധികാര ഹുങ്കിൻ്റെ പ്രകടനങ്ങളെ സാധൂകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾക്കെതിരെ പറയുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എതിർപ്പുള്ള അഭിപ്രായം പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ അവരെന്ത് വസ്ത്രം ധരിച്ചാലും ഇത് പറയുമെന്നാണ്. കേരളത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പോസ്റ്റുകൾക്കിടയിലും കുറിപ്പുകൾക്കിടയിലും കിടന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആണധികാരത്തിൻ്റെ ലൈംഗികാധിക്ഷേപങ്ങൾ പൂണ്ടുവിളയാടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും ഒരു പാർട്ടിയും വ്യത്യസ്തമല്ല. ഇവിടെ ഭരണകക്ഷിയുടെ സൈബർ സംഘമൊക്കെ അതുപോലെ തന്നെ കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള ഭരണകക്ഷി സൈബർ സംഘങ്ങളൊക്കെ അതിൽ പ്രത്യേക പരിശീലനം നേടിയവർ പോലുമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമാണ്. ഈ പ്രശ്നം ഒരു പുരുഷാധികാര സമൂഹത്തിൽ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സാമൂഹ്യമായ രാഷ്ട്രീയമായ നിലയെയും അഭിപ്രായത്തെയും ഉയർത്തിപ്പിടിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ ജെൻഡർ ഇനിക്വാലിറ്റിയുടെയും ജെൻഡർ പ്രിജുഡീസിൻ്റെയും പുറത്തുള്ള അധിക്ഷേപങ്ങൾ നിരന്തരം അവർക്ക് മേൽ ഉപയോഗിക്കുകയും അവർ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഏത് സ്ത്രീയും മറ്റൊന്നു കൂടിയുണ്ട്. പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾ, പൊതുരംഗത്ത് വ്യവഹരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ശരീരം എന്ന് പറയുന്നത്, ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ ആണധികാരമുള്ള പൊതുസമൂഹത്തിൻ്റെ നോട്ടത്തിനും അധികാരപ്രയോഗത്തിനും വിധേയരാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു കുലസ്ത്രീയായിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു പൊതുമണ്ഡലത്തിൽ ഒരു പുരുഷനെത്തുമ്പോഴുള്ള പോലെയല്ല ഒരു പൊതുമണ്ഡലത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീ എത്തുന്നത്. അവിടെ എത്തുന്ന സ്ത്രീകളെ ഈ മെയിൽ ഗേസിനാണ്, ആൺ നോട്ടത്തിനാണ് വിധേയമാക്കുന്നത്. ഒരു സ്ത്രീ കാണേണ്ടത്, ഒരു സ്ത്രീയെ സമൂഹം കാണേണ്ടത് ആണുങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണുന്നത് എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ കണ്ണുകൾ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിപ്പോൾ ഈ മെയിൽ ഗേസ് എന്നുള്ള പ്രയോഗം തന്നെ 1973-75 ഉള്ള പ്രസിദ്ധീകരിച്ച ലോറ മെൽവി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഫെമിനിസ്റ്റ് തിയറിസ്റ്റിൻ്റെ എസ്സേയിലാണ് വിഷ്വൽ പ്ലഷർ ആൻഡ് മൂവി നരേറ്റീവ് എന്ന് പറയുന്ന ഒരു എസ്സേയിലാണ് ഇത് വരുന്നത്, ഈ പ്രയോഗം. അതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള തിയറികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ആൺനോട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിഷ്വൽ പ്ലഷർ എന്ന് പറയുന്നത് ഈ സാമൂഹ്യ അധികാരവുമായും രാഷ്ട്രീയാധികാരവുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയാണ് പൊതുമണ്ഡലത്തിൽ എത്തുന്ന സ്ത്രീകൾക്ക് നേരെ ഇത്തരം അധിക്ഷേപങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അത് നമ്മൾ കണ്ടാലറിയാം. നമ്മളുടെ MLA-മാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അത് നിർഭയയ്ക്ക് മുൻപും ശേഷവുമുള്ള ജീവിതമാണ്. നിയമ നിർമ്മാണം അതിനുശേഷം ഉണ്ടായെങ്കിലും അന്നും ചോദിച്ച മനുഷ്യരുണ്ട്, എന്തിനാണ് ഈ രാത്രി ആൺ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്തത്, പലയിടങ്ങളിൽ പോയത് എന്ന് ചോദിച്ച ആളുകൾ അന്നുമുണ്ട്. വ്യക്തിപരമായി പോയും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ സഞ്ചരിക്കുന്ന സമയം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അവർ കൂടെ പോകുന്ന ആളുകൾ, അവരുടെ രീതി, അവരുടെ സംഭാഷണ രീതി, ഇതിനെല്ലാത്തിനും
ഇതിനെല്ലാത്തിനും ആരൊക്കെയോ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ എന്തു തരത്തിലുള്ള അധിക്ഷേപത്തിനും അവർ അർഹരാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. അത് ആണ് പറഞ്ഞു വന്നത്. ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, കേൾക്കാമോ? നന്നായി കേൾക്കാം അല്ലേ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഹുങ്കിന് അതിന്റെ കൊമ്പൊടിഞ്ഞു എന്ന ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാകുമോ? രണ്ട് പോയിന്റുകൾ. ആദ്യം തന്നെ മാധു ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും വലിയ പ്രമോദ്ജിയുടെ ഒരു ലെക്ചർ കേട്ടതിന് മാധുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്രയും ക്ഷമ മാധുവിനുള്ളത് വളരെ മാതൃകയാണ്. പലപ്പോഴും ഞാൻ അടക്കമുള്ള പുരുഷ മെയിൽ ഷോവനിസ്റ്റുകൾ പറയുമ്പോൾ ഇതിന്റെ 10-1 സമയം പോലും തരാറില്ല. അതിന്റെ കാരണം അങ്ങ് തന്നെ പറഞ്ഞു. മെയിൽ ഷോവനിസ്റ്റുകൾ പറയുന്നത് പോയിന്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. അത്രയും നേരം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നതല്ല. അങ്ങൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞ് 30 സെക്കൻഡ് എത്തുന്നതിന് മുമ്പ് മാധു ഇടപെടുകയും പ്രമോദ്ജിയുടെ ക്ലാസ് പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ കോളേജിലെ ഒരു ലെക്ചർ ഒക്കെയാണ് ഓർമ്മ വന്നത്. പോട്ടെ, ഇനി സീരിയസ് ആയ കാര്യം 2-3 കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അങ്ങ് നിർത്തി എന്ന് തോന്നിയിടത്താണ് ഞാനത് പറഞ്ഞത്. ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് തന്നെ എന്തുകൊണ്ടാണ് അത് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പ്രേക്ഷകർ കൂടി വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു എന്ന് തോന്നുന്നു. അങ്ങ് തുടർന്നോളൂ. അല്ല, രാഹുൽ ഈശ്വർ 20 സെക്കൻഡിനുള്ളിൽ നിർത്തുമെന്ന് മാധു കരുതി എന്ന് എനിക്ക് കരുതുന്നില്ല. എന്നാലും പോട്ടെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, ബോച്ചെ പറഞ്ഞത് പിൻവലിക്കണം, ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് തന്നെ ആദ്യം പറഞ്ഞ വ്യക്തികളൊന്നും ഞാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ലിബറലുകൾ ചെയ്യുന്നത് എന്താണ്? ബോച്ചെ ചെയ്തത് ശരിയല്ലാത്ത കാര്യം പോലെ തന്നെ ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ശരിയല്ലാത്ത നടപടികളോ നിലപാടുകളോ വന്നെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ബോച്ചയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന പോലെ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മുടെ മീഡിയക്കാർക്ക് ആകെ കൂടെ വിറളി പിടിച്ചൊരു മട്ടാണ്. 99% മാധ്യമങ്ങളും ഹണി റോസിനൊപ്പം നിന്നപ്പോ 99% സാധാരണ മലയാളികളും രാഹുൽ ഈശ്വർ പറഞ്ഞ പോയിന്റിനൊപ്പം നിൽക്കുന്നതും നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വരുന്ന കമന്റുകളും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാര്യം അവർ ബോച്ചെ പറയുന്നതിനെ അനുകൂലിച്ചിട്ടല്ല, പക്ഷേ ഒരു പെൺകുട്ടിയുടെ സഭ്യതയും മാന്യതയുമുള്ള വസ്ത്രം വേണമെന്ന കേരളീയ സംസ്കാരത്തിന്റെ പൊതുബോധമാണ്. ഇനി ഒരു കാര്യം കൂടെ അതിൽ സന്തോഷമുണ്ട്. ഇന്നലെ വരെ പലപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ വിഘടിച്ച് നിന്നിരുന്നവർ ഇന്ന് ഹണി റോസിനെതിരെ സമാനമായ നിലപാട് എടുത്ത് മുമ്പോട്ട് വരുന്നത് കാണുന്നത് നമ്മുടെ സാംസ്കാരിക തനിമയാണ്. ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. അവരൊരു പാൻ സൗത്ത് ഇന്ത്യൻ നടിയാണ്, വലിയ താരമാണ്. പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ ഒരു സ്പേസ് കേരളത്തിൽ ഇല്ലാതാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബോച്ചെ വേട്ടയാടപ്പെടണം, പക്ഷേ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനം ശരിയാണോ? ബോച്ചയുടെ പ്രയോഗം ശരിയായില്ല. കുന്തി പ്രയോഗം ആരെങ്കിലും ന്യായീകരിച്ചോ? വേറെ ഏതെങ്കിലും നടിയെ വെച്ചാണെന്ന് പറഞ്ഞോ? ഞാൻ അടക്കം പല വേദികളിലും പറഞ്ഞു, നല്ല രീതിയിലെ കോംപ്ലിമെന്റ് കൊടുക്കാവൂ, നെഗറ്റീവ് രീതി കൊടുക്കരുത്. ഇപ്പം നമ്മുടെ ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറ ആണ് എന്ന് പറഞ്ഞാൽ, മലൈക്ക അറോറയെക്കാട്ട് സുന്ദരിയാണ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കുന്തി പോലുള്ള പ്രയോഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അത് മഹാഭാരതമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചതും കാര്യമില്ല. ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം അമല പോൾ ആകട്ടെ, ഹണി റോസ് ആകട്ടെ, ബാക്കി അഭിനേത്രികളാകട്ടെ, അവരുടെ വസ്ത്രധാരത്തിൽ മിതത്വം വേണമെന്ന് പറഞ്ഞാൽ അത് പുരുഷവാദിയായി 5-ാം നൂറ്റാണ്ടായി 1-ാം നൂറ്റാണ്ടിലെ യാത്രികനായി ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത്. മാധുവിന്റെ കമന്റ് ബോക്സ് നോക്കാം, മാതൃഭൂമിയുടെ കമന്റ് ബോക്സ് നോക്കാം, എല്ലാ ചാനലിലെ എല്ലാ കമന്റ് ബോക്സും നോക്കാം. 99.99% ആൾക്കാരും ഞാൻ അടക്കമുള്ള സാധാരണക്കാർ പറയുന്നതിനോടൊപ്പമാണ്. അപ്പൊ അവിടെയാണ് ബോച്ചയ്ക്ക് ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബോച്ചയ്ക്ക് ജാമ്യം കിട്ടണമാണ്. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. ബെയിൽ എന്നുള്ളതാണ് റൂള്, ജയിൽ എന്നുള്ളത് എക്സെപ്ഷൻ ആണ്. 1 മിനിറ്റിന്റെ തമാശ പറഞ്ഞുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് പറയുന്നത് അന്യായമാണ്. 1 മിനിറ്റിലെ ഒരു തമാശ പറഞ്ഞു, തമാശ തെറ്റി, ദ്വയാർത്ഥം തെറ്റി, സംശയമില്ല. പക്ഷെ അതുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് നമ്മുടെ ഹണി റോസും കൂടെ ചിന്തിക്കണം. ഹണി റോസ് ഒരു കലാകാരിയാണ്, അതിന്റെ വിശാല മനസ്കത കാണിക്കണം. ലീഗൽ സ്ട്രാറ്റജി ഒക്കെ രാമപിള്ള സാർ തീരുമാനിക്കും, അത് കോടതി ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന് നല്ലത് ഒരു സമവായ കാര്യം കൂടി പറഞ്ഞിട്ട് അങ്ങ് ഈ ലെക്ചർ അവസാനിപ്പിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാമെന്ന് തോന്നുന്നു. കാരണം അങ്ങ് തന്നെ അങ്ങയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. അവർ ചെയ്തത് ഒരു നിയമ പോരാട്ടമാണ്. ബോച്ചെ ഇത്തരക്കാരനാണെന്ന് ആരോപിച്ച് രംഗത്ത് വരികയല്ല ചെയ്തത്, അവർ കേസ് കൊടുക്കുക അടക്കമാണ് ചെയ്തത്. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമ്മുടെ നിയമം, അഭിഭാഷകൻ കൂടിയാണല്ലോ, നമുക്ക് തരുന്നത്? അവരിട്ട വസ്ത്രത്തെ, അവർ പെരുമാറുന്ന രീതിയെ ഒക്കെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമ്മുടെ നിയമത്തിലുള്ളത്? ഇനി സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന മഹാന്മാർ ആരൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞല്ലോ, മാതൃഭൂമി ന്യൂസിന് താഴെ അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കയറി നോക്കണമെന്ന്. അങ്ങനെ കമന്റ് ബോക്സ് കണ്ട് കണ്ണീര് കൊണ്ടിരുന്ന ഒരുപാട് ചരിത്രം കേരളത്തിലെ നേരത്തെ ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കമുണ്ട്. ഈ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കാൻ പോലും സാധിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം പോലും ഇല്ലാതെ ഉരുകി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക്
വലിയ ആശ്വാസം നൽകുന്ന വിധിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് അങ്ങനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് അധികാരമായി പറയാൻ അങ്ങനെ ഒരു നിയമം രാജ്യത്തിൽ ഒരു മിനിറ്റ് അങ്ങേക്കുമുണ്ടല്ലോ ലെക്ചർ കേൾക്കാനുള്ള ക്ഷമ. ഞാൻ അതിനെയും ബഹുമാനിക്കുന്നു. ഇനി 90% മാധ്യമങ്ങൾ ബോച്ചയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയാൻ എളുപ്പമായിരിക്കും. കാരണം കേരളത്തിലൊരു 10-15 വാർത്താ ചാനലുകളൊക്കെ ആണല്ലോ ഉള്ളത്. നമുക്കൊരു ശതമാന കണക്ക് കൂട്ടാൻ അവരുടെ ഒരു വൈകുന്നേരത്തെ ചർച്ച നോക്കിയാൽ സാധിക്കും. കേരളത്തിലെ 99% പേര് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബോച്ചയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയാനുള്ള സർവേ എവിടെയാണ് നടത്തിയത് എന്ന് എനിക്കറിയില്ല. കാരണം കൈപ്പത്തി കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന ചാനലുകൾക്ക് നമുക്ക് സർവേ എടുക്കാം, പെട്ടെന്ന് സാധിക്കും, നിലപാട് വ്യക്തവുമാണല്ലോ. പക്ഷേ കേരളത്തിലെ 99% ആളുകൾ നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നറിയാൻ നിങ്ങളെടുത്ത സാമ്പിൾ എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കേരളീയ സംസ്ഥാനത്തിന്റെ പൊതുബോധം ഇതാണെന്ന് പറയാനുള്ള എന്ത് സർവേ ഫലമാണ് അങ്ങയുടെ കയ്യിലുള്ളത് എന്നതും എനിക്ക് വ്യക്തമല്ല. കേരളത്തിലെ പൊതുബോധം ഇന്നതാണെന്ന് നിങ്ങൾ പറയുന്നിടത്ത് വന്ന് നിൽക്കോ? ഇനി പെട്ടെന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒന്ന്, ആ പൊതുബോധം എന്താണെന്നും പൊതുമനസ് എന്താണെന്നും എല്ലാ ചാനലിന്റെയും താഴെ വരുന്ന കമന്റ് നോക്കിയാൽ മതി. രണ്ടിനി നമുക്ക് ചോദിച്ച ആദ്യത്തെ ചോദ്യം വലിയ ചോദ്യം ആയതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് വിട്ടുപോയത്. ബോച്ചെ ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല. ഇനി ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ആരാണ് അധികാരം തരുന്നതെന്ന്? ബോച്ചെ ഓഡിറ്റ് ചെയ്യാൻ അങ്ങേക്ക് അധികാരം തരുന്നത് പോലെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ താഴെ വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന ക്ലോസ് ആണ് എനിക്ക് തരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിട്ടുള്ള ഡീസൻസി വേണം, മാന്യത വേണം. ഞാൻ ഇവിടെ ഈ നേരം അത്രയും ഉന്നയിച്ചത് ചോദ്യങ്ങൾ മാത്രമാണ്. ഇതിൽ എന്റേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. മറിച്ചാണെങ്കിൽ എല്ലാവരോടും ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഇന്നത്തെ ഇൻട്രോ പോലും അല്ലെങ്കിൽ വളരെ വികാരാവേശത്തോടു കൂടി എഴുതി വെക്കാൻ കഴിയും, എനിക്കത് സാധിക്കുകയും ചെയ്യും വ്യക്തിപരമായി പോലും. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് പലപ്പോഴും ഞാൻ ആവർത്തിച്ചുമുണ്ട്. അപ്പോ ഇത് എവിടെയാണ് ബോച്ചയെ സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഒരു കേസ് നിയമത്തിന്റെ പരിധിയിലാണ്. അവിടെ നിന്നുകൊണ്ട് കയറി കമന്റ് പറയാനുള്ള ബുദ്ധിശൂന്യതയൊന്നും എനിക്കില്ല ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങ് ചെയ്തോളന്നേ, എനിക്ക് താല്പര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാനെന്റെ അഭിപ്രായം ചോദ്യങ്ങൾക്ക് മറുപടിയായി. പക്ഷെ നോക്കൂ, ഞാൻ ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. ഇനി സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങ് പറയുന്ന ജനങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. പക്ഷെ അത് വെട്ടിക്കീറലും കുത്തിപ്പറിക്കലുമാകുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ഒറ്റ വരിയിൽ മാത്രം മറുപടി നിർത്താം, ബാക്കിയും ഗസ്റ്റ് കാണുമല്ലോ. അതായത് ഈ അസഭ്യമായ കമന്റും മറ്റും മാധു കേൾക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നതിൽ ഏറ്റവും ചീത്ത കേട്ട വ്യക്തി ഞാനായിരിക്കും. മാധുവിനോട് എനിക്ക് പറയാനുള്ളത് എന്നോടോ ബാല എന്ന മമ്മൂട്ടിയുടെ ഡയലോഗാണ്. ഏറ്റവും കൂടുതൽ എങ്ങനെ ചീത്ത കേൾക്കുന്ന എനിക്കാണ്. അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും. ഈ വിഷയത്തിൽ എല്ലാവരും ഒന്നാണെങ്കിലും ബാക്കി പല വിഷയങ്ങളിലും ചീത്ത കേൾക്കാറുണ്ട്. ന്യൂസ് ചാനലിന് താഴെ വരുന്ന കമന്റ് നോക്കി കേരളത്തിന്റെ പൊതുബോധം ഞാൻ തീരുമാനിച്ചു എന്നൊന്നും പറഞ്ഞു വെക്കല്ലെന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. മിനിറ്റ് ഞാൻ വരാം. ശ്രീ വീണ നായർ, കുറവൊന്നുമില്ലല്ലോ അല്ലെ ഇത്തരം കമന്റുകൾ കേട്ടും ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടും ഒന്നും കുറവൊന്നും വന്നിട്ടില്ലല്ലോ ഈ കാലത്തെ പൊതുജീവിതത്തിനിടയിൽ? ഇവരൊക്കെയാണ് കേരളത്തിന്റെ പൊതുബോധം തീരുമാനിക്കുന്നത് എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം എന്നെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയെങ്കിലും തോന്നുന്നുണ്ടോ? മാധു, എനിക്ക് സത്യത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് അത്ഭുതം തോന്നുകയാണ്. കാരണം ഈ ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ, ഞാൻ പറയുന്നതിനൊപ്പമാണ് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ചാനലുകളുടെ ലൈവിന് താഴെ കീഴിൽ വന്ന് മെസ്സേജ് ചെയ്യുന്ന ഒരു 30, 50, 100 പേരാണ് കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് വിലയിരുത്താൻ വേണ്ടിയും വിഡ്ഢികളാണോ നമ്മളെന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ അഭിപ്രായം ഇനി അങ്ങനെ പറയുന്നവർ തന്നെ ഏത് പശ്ചാത്തലത്തിൽ ട്യൂൺ ചെയ്ത് വരപ്പെട്ടിട്ടുള്ളവരായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു പെൺകുട്ടി നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ട് പെൺകുട്ടിയാണ് ഇങ്ങനെ ഇരിക്കാവൂ, നിൽക്കാവൂ, നോക്കാവൂ, പറയാവൂ, മിണ്ടാവൂ. ഈ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന് ശീലിച്ചിട്ടുള്ള ഒരുപക്ഷെ പുരുഷാധിപത്യത്തിൻ്റെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ പെട്രിയാർക്കിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിധിവരെ ചില സ്ത്രീകളെങ്കിലും അതാണ് വിശിഷ്ടമെന്ന് ചിന്തിക്കുന്ന ഒരു മൈനോറിറ്റി വിഭാഗം സ്ത്രീകൾ. കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന ഇതാണ്, പെട്രിയാർക്കൽ സിസ്റ്റമാണ് മഹത്തരമെന്ന് അറിയാതെ വിശ്വസിച്ച് പോകുന്ന മൈനോറിറ്റി സ്ത്രീകളും കൂടെ ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവരിടുന്ന കമൻറ്റുകളാണ് കേരളത്തിലെ പൊതുബോധം എന്ന് വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അത് അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഏത് കണ്ണിലാണത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ യുവതലമുറ
കേരളം ആവട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കാം. എല്ലായിടത്തും വസ്ത്രധാരണത്തിലും കാഴ്ചപ്പാടുകളിൽ റിലേഷൻഷിപ്സിൽ ഒക്കെ വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ തീരുള്ളൂ. അതിന് വിരുദ്ധമായ ഒരു വലിയ പൊതുബോധം ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കാം ശ്രീമതി വീണ. അങ്ങനെ ഒരു വലിയ പൊതുബോധം ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ അത് നീതിയല്ല എന്ന് തോന്നുന്നിടത്ത് മനുഷ്യൻ ഫൈറ്റ് ചെയ്യണ്ടേ? ഒരാളെങ്കിൽ ഒരാൾ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് തെറ്റാണെന്ന് വിളിച്ചു പറയണ്ടേ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ 1000 ഹണി റോസുമാർക്ക് വേണ്ടി, ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളിപ്പോൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഒരു വിക്റ്റിമാണ്. ഹണി റോസിനെ പോലെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ പേരുണ്ട് മാധു. നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ കമൻറ്റുകൾക്കൊക്കെ ഇപ്പം ഞാനും മാധു അടക്കം വിധേയരായിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളെല്ലാവരും ഹണി റോസുമാരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നു മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. എന്താണ് ഈ മാന്യത? ഈ മാന്യതയുടെ അളവ് തൂക്കം മാനദണ്ഡം എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരണം. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ സാരി ഉടുത്തു വരുന്ന ഒരു സ്ത്രീയാണോ ഏറ്റവും മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന? ഞാൻ പറയട്ടെ, ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളിൽ ഒരു ക്യാമറ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്ത്രീയെ സെക്സി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ മറ്റ് പല വസ്ത്രങ്ങൾ ധരിച്ചാലും സംഭവിക്കും. ഇപ്പം മാധുവിന് അറിയാം, നമ്മളൊക്കെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ക്യാമറ ഓക്വേർഡ് പൊസിഷൻസിൽ വെച്ച് ഒരു സ്ത്രീയെ ക്യാപ്ചർ ചെയ്യുകയാണ് എങ്കിൽ എത്ര സഭ്യമായ വസ്ത്രം ധരിച്ച സ്ത്രീയും മോശമായിട്ട് വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മത്സരങ്ങളുടെ ലോകത്ത് കൂടിയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഒക്കെ സ്ത്രീകളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷ്വൽ മോളസ്റ്റേഷൻസിന് വിധേയരാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് വന്നിരുന്ന അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറയാൻ സാധിക്കുന്നത്? ഇനി അങ്ങനെ ഒരു വാദത്തിന് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അത്തരം വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തിന് വേണ്ടി തന്നെ നമ്മൾ അംഗീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോകാം എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് the right of one person to extend his arms ends where the other person's nose begins എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മുടെ കൈ നീട്ടാനുള്ള അവകാശം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ മാത്രമാണ്. അത് ഫിസിക്കലി ഉള്ള എക്സ്റ്റൻഷൻ മാത്രമല്ല പറയുന്നത്, ഇതുപോലുള്ള വെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് അടക്കം വരുന്ന കാര്യങ്ങൾ നമുക്ക് എത്തിനോട്ടമില്ലാത്ത സ്ഥലമാണ് ഈ പറയുന്ന യൂട്യൂബ് ലിങ്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ 2-3 ദിവസമായി ഇത് കുറെ കേൾക്കുകയാണ്. മനുഷ്യന്റെ തലച്ചോറ് താങ്ങാൻ കഴിയാത്തതാണ് എങ്കിൽ പോലും ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് ആവർത്തിച്ച്, അതായത് ഡബിൾ മീനിങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്, വളരെ ഡബിൾ മീനിങ്ങോ അതിനപ്പുറത്തേക്കോ ഉണ്ടെങ്കിൽ അതും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ആവർത്തിച്ച് ഈ വ്യക്തി വ്യക്തമാക്കുന്നുമുണ്ട്. ശ്രീ ലാസർഷ, ഞാൻ അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയുടെ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എനിക്ക് ഒരു വീഡിയോ പ്രേക്ഷകരെ കൂടി കാണിക്കണം. അതൊന്ന് കാണിക്കൂ എന്റെ പ്രൊഡ്യൂസർ. ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണേ. തിരിച്ചു വരുമ്പോ 3ാമതൊരാളുണ്ടാവും. ഗപ്പായിട്ടാണ് വരും. ഗപ്പ് വേറൊന്നല്ല, ഗപ്പാണ് ഉദ്ദേശിച്ചത്. ഇതൊരു പൊതുപരിപാടിക്കിടയ്ക്ക് ഈ മഹാൻ നടത്തിയ ഒരു പരാമർശമാണ്. പിന്നിലിരിക്കുന്ന കുട്ടി ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇതാണ് ഒരു തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങും പാടില്ലാത്ത, നിയമം മൂക്കുകയറിടാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ ആളുകളുടെ ഒരു ഇത്രയും കാലത്തെ പൊതു ഇടപെടൽ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇത്രയും കാലം കാണാതെ പോയി എന്ന് ഞാൻ തന്നെ ആശങ്കപ്പെടുന്നുമുണ്ട്. പക്ഷേ നമുക്ക് എൻട്രി ഉള്ള ഒരു സ്ഥലമല്ല എന്നാണ് എൻ്റെ സവിശേഷത. ശ്രീ ലാസർ ഷൈൻ, ഇത്രയും വലിയ മാലിന്യം എങ്ങനെയാണ്, ഞാൻ ആ വ്യക്തിയല്ല പറയുന്നത്, ആ കണ്ടന്റിനെയാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുക്കുന്നത്? ഇതിൽ തന്നെ ഈ പരാതിയോ അല്ലെങ്കിൽ പരാമർശവും ഉണ്ടായതിനു ശേഷം ഞാൻ നടി എന്നല്ലേ വിളിച്ചത്, മറ്റൊരു വാക്ക് അതിനോട് സാമ്യമുള്ളൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഇത് ഹെഡിങ് ആയി കൊടുത്തുകൊണ്ടാണ് ചില യൂട്യൂബ് ചാനലുകൾ അവരുടെ കണ്ടന്റ് ഉണ്ടാക്കിയത്. നടി എന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെയല്ലല്ലോ എന്ന് ബോച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള മാലിന്യമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അത് കൺസ്യൂം ചെയ്യാൻ കുറെ മഹാന്മാരും. മാധു, നമ്മൾ ഇപ്പോൾ പ്രമോദ് പുഴങ്കര അതിൻ്റെ ചരിത്രത്തെയും സാമൂഹിക
പരമായിട്ടുള്ള അതിൻ്റെ നിലപാടുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയിൽ സമകാലികമായി നടക്കുന്ന ഒരു സംഗതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുമ്പും അതാണ് പറയാൻ ശ്രമിച്ചത് മറ്റൊരു ചർച്ചയിൽ. കോണ്ടന്റ് എന്ന് പറയുന്ന ഒന്നാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമായ ഒന്ന്. കോണ്ടന്റ് സൃഷ്ടിക്കുക, അതും വൈറലാകുന്ന കോണ്ടന്റ് സൃഷ്ടിക്കുക. ഇപ്പം നമ്മളുടെ യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു മീഡിയം സൃഷ്ടിക്കപ്പെടുന്നു. ആ മീഡിയം അത് മീഡിയമല്ലേ, അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ മീഡിയം നോക്കുക. എറണാകുളത്തെ 1-2 സിനിമാ തിയേറ്ററുകൾ, ആ സിനിമാ തിയേറ്ററുകളിൽ സിനിമയുടെ പ്രൊമോഷൻ എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുക. സിനിമയുടെ പ്രൊമോഷന് വരുന്ന അല്ലെങ്കിൽ ആ തിയേറ്ററുകളിൽ ചില പ്രത്യേക തിയേറ്ററുകളിൽ സിനിമ കാണാൻ വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നേരെ എവിടെയാണ് അവർ ക്യാമറ വെക്കുന്നത് എന്ന് നോക്കുക. പ്രത്യേക തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കോണ്ടന്റുകൾ നോക്കുക. അപ്പൊ മാധു ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ട ആ കാര്യം അതൊരു കോണ്ടന്റ് ആണ്. അത്തരത്തിലുള്ള കോണ്ടന്റുകൾ ആവശ്യപ്പെടുന്ന യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ആ വരുമാനം സൃഷ്ടിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഇൻഡസ്ട്രി സത്യത്തിൽ ഒരു പോൺ ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ ഞാൻ ഒരാൾ അയാളുടെ സമ്മതത്തോടു കൂടി ഒരു പോൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, ആ ആളെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നാണ് വിളിക്കുക. പക്ഷെ ഇവിടെ സൃഷ്ടിക്കുന്ന ഈ പോൺ കണ്ടന്റിന്റെ പ്രത്യേകത, ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പോൺ കണ്ടന്റുകളുടെ പ്രത്യേകത അയാളുടെ അനുവാദത്തോടു കൂടിയായിരിക്കാം. പക്ഷേ അതിനെതിരെ നിൽക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ അനുവാദത്തോടു കൂടിയല്ല അയാൾ ആ പോൺ കണ്ടന്റ് സൃഷ്ടിക്കുന്നത്. ഈ പോൺ കണ്ടന്റ് സൃഷ്ടിക്കുന്ന ഓരോ യൂട്യൂബ് ചാനലുകളും ശ്രദ്ധിക്കുക, അവരാരും അവരുടെ അനുവാദത്തോടു കൂടിയല്ല. തൊട്ടടുത്ത ദിവസം നോക്കുക, ഒരു കുട്ടി സിനിമ കാണാൻ വരുന്നു. ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയെ തോന്നുന്നു, ആ ലേഡിയുടെ ആദ്യത്തെ സിനിമയാണ്. ആ ലേഡിയും ആ ലേഡിയുടെ അനിയനും കാറിലിരിക്കുന്നു. ആ കാറിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്ന രീതികൾ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കരുതും ആരോ കുറച്ചുപേർ മാത്രമാണിതെന്ന്. 10,000-2000-ലധികം പേരുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഈ പോൺ ഇൻഡസ്ട്രി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നിവർ സിനിമാ തിയേറ്ററുകളിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പല നടിമാരും ആർട്ടിസ്റ്റുകളും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഹണി റോസ് അടക്കമുള്ള ഇവരെല്ലാവരും ഉന്നയിക്കുന്നത് ഒരേ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ആരാണ് ഞങ്ങളെ വെച്ച് ഈ പോൺ സൃഷ്ടിക്കാൻ അധികാരം തരുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ അതിനുള്ള അധികാരം തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ക്യാമറ വെക്കാൻ എങ്ങനെയാണ് അധികാരം കിട്ടുക? നാളെ ഇവർ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ വന്ന് ഒളിഞ്ഞിരുന്ന് ക്യാമറ പിടിച്ചിട്ട് അതും യൂട്യൂബിൽ കൊണ്ടേയിടും. ഞാൻ പറയുന്നത് ഇവിടെ സൃഷ്ടിക്കുന്ന ഈ പറയുന്ന ഇത്തരത്തിൽ പോൺ സൃഷ്ടിക്കാൻ, ഈ പറയുന്ന ഒരു വ്യക്തിയെ വെച്ച് പോൺ സൃഷ്ടിക്കാൻ ബോബി ചെമ്മണ്ണൂരിന് ആരാണ് അധികാരം കൊടുത്തത്? അത്തരത്തിൽ കാശുണ്ടാക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ. നമ്മൾ ഈ പറയുന്ന മാറി വന്ന ഈ പറയുന്ന വെട്ടുകിളി കൂട്ടങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വിഷ്വലി ഇത്തരത്തിലുള്ള പ്രമോദ് പുഴങ്കർ സൂചിപ്പിച്ചു ആൺനോട്ടങ്ങളുടെ അത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന അത്തരത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി. 2, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളെ സൃഷ്ടിച്ചത് ഇതേ ഗ്രൂപ്പുകളാണ്. ഇവര് പ്രൊമോഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് രാഹുൽ പറഞ്ഞല്ലോ ഇതിന് അടിയിൽ വരുന്ന കമന്റുകളെ കുറിച്ചിട്ട്, അത് കാശ് കൊടുത്തുണ്ടാക്കുന്ന കമന്റുകളാണ് രാഹുൽ. അത് നമ്മൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കാശ് കൊടുത്തിട്ട് ഇതേ ആളുകളെ ഇറക്കിയിരിക്കുന്നു. അടുത്തൊരു ചോദ്യമുണ്ട്, ബോബി ചെമ്മണ്ണൂരിനെതിരെ നിങ്ങൾ കേസെടുത്തു, പോലീസ് കേസെടുത്തു. എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ കോണ്ടന്റ് പ്രസിദ്ധീകരിച്ച മീഡിയക്കെതിരെയും ആ മീഡിയയുടെ ഓണർമാർക്കെതിരെയും കേസെടുക്കാത്തത്? കേസെടുത്തേ പറ്റൂ. ഈ കോണ്ടന്റ് വരുന്നത് മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ മനോരമയിലോ ആണെങ്കിൽ റിപ്പോർട്ടറും ക്യാമറാമാനും എഡിറ്ററും പോകണ്ടേ കേസിന്റെ ഭാഗമായിട്ട്? ഇവിടെ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ മാത്രം കേസിന്റെ ഭാഗമായി പോകുന്നത്? ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന പ്രൊമോഷൻ എന്ന പേരിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഞാനൊരു സംരംഭകനാണ്, എന്റെ ഇൻഡസ്ട്രിയുടെ പ്രൊമോഷനാണ് എന്നാണ് പറയുന്നത്. ഈ പ്രൊമോഷൻ എന്നുള്ള പേരിൽ സൃഷ്ടിക്കുന്ന സിനിമയുടെ പേരിൽ സൃഷ്ടിക്കുന്ന സിനിമയുടെ അമ്മയടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊപ്പമാണെന്ന്. പക്ഷേ ഈ പ്രൊമോഷന്റെ പേരിൽ ഈ കാര്യത്തിന് കൂട്ടുപിടിക്കുന്നവരിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ പരിശോധിക്കുക. അത് ഒരു ഇൻഡസ്ട്രിയെ, സിനിമ പോലൊരു ഇൻഡസ്ട്രിയെ, അതല്ലെങ്കിൽ സംരംഭങ്ങൾ പോലുള്ള ഒരു ഇൻഡസ്ട്രിയെ, ആ ഇൻഡസ്ട്രിക്ക് പരസ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള പോൺ കണ്ടന്റുകൾ വേണം എന്ന ഒരു ആവശ്യം ആരാണ് ഉന്നയിക്കുന്നത്? ആ ആവശ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റിയോ? ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയോ? അത് ചോദ്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ. ഞാൻ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ സൃഷ്ടിക്കുന്ന അനുവാദമില്ലാതെ സൃഷ്ടിക്കുന്ന ഈ പോൺ കണ്ടന്റിനെ ചോദ്യം ചെയ്യാൻ കേരള സമൂഹത്തിന് പറ്റിയിരിക്കുന്നു. അതൊരു സാമൂഹ്യമായ ഒരു വിജയമാണ്. അത് പ്രമോദ് പുഴങ്കരെ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു സമരമാണ്, അത് തുടരുക തന്നെ ചെയ്യും. ആ സമരത്തിലാണ് ഹണി റോസ് പങ്കെടുത്തത്. അങ്ങനെ ഹണി റോസ് പങ്കെടുത്തത് കൊണ്ടാണ് നമുക്കതൊരു വ്യക്തിപരം എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു പൊതുപ്രശ്നമായി നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ചയിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് ഈ തമാശ? ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു
ഒരു മിനിറ്റ് ഒരു തമാശ പറഞ്ഞുകൊണ്ട് 1 വർഷം ജയിലിൽ കിടക്കണോ എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നേരത്തെ കണ്ടൊരു വീഡിയോ തമാശയായിട്ട് അങ്ങേക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ബോബി ചെമ്മണ്ണൂർ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ പരിചയമുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ലോക റെക്കോർഡ് പരിപാടി ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ബോച്ചെ ആ പറഞ്ഞത് ശരിയല്ല. ബോച്ചെ കാണിക്കുന്നത് ശരിയല്ലാത്ത മാതൃകയാണ്. ബോച്ചെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ്. ബോച്ചെ കാരണം 10 ലക്ഷത്തിലധികം ആൾക്കാർ രക്തം കൊടുത്തു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബോച്ചെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇത് ബോച്ചയുടെ നല്ല കാര്യമാണ്. പക്ഷെ ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, തൃശൂർ പൂരത്തെ കുറിച്ചുള്ള കാര്യം, ഇത് ശരിയല്ല. ഇനി ഒരു കാര്യം കൂടെ, ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം നിലപാടാണോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി ചോദിച്ചു, പൊതുരംഗങ്ങളിലും പൊതുസമൂഹത്തിലും പറയുമ്പോൾ മാന്യത കാണിക്കേണ്ടത് താനിത് ആവർത്തിക്കില്ല എന്ന് രാമൻപിള്ള സാറ് ബോച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു. ഇതിനെ ഒരു റോങ് ആയി കാണണ്ടേ? ഇതിനെ ഒരു ക്രിമിനൽ കുറ്റം, 1 വർഷം ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ കുറ്റമായി കാണണോ? ഇതിനെ ഒരു സോഷ്യൽ റോങ്, സാമൂഹികമായ റോങ് ആയി കാണണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസിന്റെ മെറിറ്റിലേക്കല്ല കോടതി പോയതെന്ന് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. ഈ വീഡിയോ കോടതി കണ്ടിട്ടില്ല. ഈ പറയുന്ന വീഡിയോകളൊന്നും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ പരിഗണിക്കുന്ന സമയത്ത് അയ്യോ ചെയ്തത് മോശമായി പോയി എന്ന പരാമർശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? മാധു യാന്ത്രികമായി പറയരുതേ. കോടതികളടക്കം എല്ലാവരും അവെയർ അല്ലേ ഈ സോഷ്യൽ മീഡിയയുടെയും നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയുടെയും കാലത്ത് കോടതിയുടെ ജഡ്ജി ഇതൊന്നും അറിയാതെ വന്നിരിക്കുമെന്നാണ് കരുതുന്നത്. അത്രയും യാന്ത്രികമായി പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ കാണാൻ തയ്യാറായില്ല എന്നൊരു ആവലാതി അറിയാതെന്നല്ലോ വരുന്നത്. അതുകൊണ്ട് ദയവായി ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ ഒരു വരി മാത്രം പറയാം. എനിക്ക് ഹണി റോസിനോട് ബഹുമാന പുരസ്സരമുള്ള വിമർശനമുണ്ട്. ഹണിയെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഹണി സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണ്, യാതൊരു തെറ്റുമില്ല. പക്ഷെ ഹണിയുടെ ശരീരങ്ങളെ ദുസ്സൂചകമായി പറയുന്നത് തെറ്റാണ്. ബോച്ചെ ചെയ്തത് തെറ്റാണ് അല്ലെന്ന് ഒരു മലയാളിയും പറയില്ല. പക്ഷേ ബോച്ചെ അതിനുവേണ്ടി 1 വർഷം ജയിലിലിടണോ, 3 വർഷം ജയിലിലിടണോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 വർഷം തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നു, അത് ഒരിടത്തല്ല. എനിക്ക് ഇതുപോലെ 100 വീഡിയോ കാണിക്കാൻ കഴിയും. അപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്നു, തെറ്റാണ്. ശരി. അപ്പൊ ഇതിന് ശിക്ഷ വിധിക്കേണ്ട കോടതിയല്ലേ? ഇവിടെ ആരും വിധിച്ചില്ലല്ലോ. ചെയ്തത് തെറ്റാണെന്നല്ലേ പറയുന്നുള്ളൂ എല്ലാവരും. 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഇടണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. മാധു, ഇതൊരു തെറ്റല്ലേ? നമ്മുടെ സെക്ഷൻ 87 ഭാരതീയ ന്യായ സംഹിത ഉപവകുപ്പ് 4 പ്രകാരം 1 വർഷമോ 3 വർഷമോ ഒക്കെ ജയിലിൽ ഇടാൻ കഴിയുന്ന കുറ്റമാണ്. അങ്ങനെ 1 വർഷം ജയിൽ, ഞാൻ ഹണി റോസിനോട് നേരിട്ട് ചോദിക്കാണ്. ഹണി എന്നെ വിമർശിച്ചുകൊണ്ട്, ഹണിക്ക് ബോച്ചെ 1 വർഷം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ബോച്ചെ നേരത്തെ മാപ്പ് പറഞ്ഞു. ഇപ്പൊ രാമൻപിള്ള സാർ സ്ട്രാറ്റജി മാറ്റി കാണും, കാര്യം കോടതി വരുന്നതല്ലേ. ബോച്ചെ മാപ്പ് പറയാം. ഞാനൊക്കെ TV പറഞ്ഞു ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറാണ്. ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായി. ആ മാപ്പ് ഹണി റോസ് സ്വീകരിക്കാൻ തയ്യാറാണോ? ബോച്ചെ ഇപ്പം പറയുന്നത് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, കാരണം കോടതിയിൽ അങ്ങനെ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഒന്നും പറ്റില്ല. പക്ഷേ ബോച്ചെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഹണിക്ക് വേദന ഉണ്ടായെങ്കിൽ, വിഷമം ഉണ്ടായെങ്കിൽ, ഐ ആം സോറി, ഞാൻ അത് പിൻവലിക്കുന്നു, മാപ്പ് പറയാമെന്ന് അപ്പം നേരത്തെ പറഞ്ഞതല്ലേ. നമുക്കങ്ങനെ കോടതിക്ക് അപ്പുറത്ത് ഒരു പാരലൽ സംവിധാനം ഇടയ്ക്ക് ബോച്ചെ മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം, അതുകൊണ്ട് ആ രീതിക്ക് അങ്ങനെ പോട്ടെ എന്നൊന്നും നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കോടതി വരുന്നത് വരെയാണ് അങ്ങ് പറഞ്ഞ ഈ സംഭവം കോടതി തീരുമാനിക്കേണ്ടതാണ്. ഒരു വരി ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയ ഒരു തെറ്റ് പറയാം. നേരെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനും അഡ്വക്കേറ്റ് മിനി മാഡം, അഡ്വക്കേറ്റ് ജയശങ്കർ സാറും ഉണ്ടായിരുന്നു. അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞു. മിനി മാഡം എന്നും എന്നെ എതിർക്കുന്ന വ്യക്തിയാണ്. മിനി മാഡത്തെ ഞാനും. മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് പറയില്ലേ, ആ വാക്ക് വ്യാപകമായി ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല പഞ്ച് ഡയലോഗായിരുന്നു നേരിൽ വരേണ്ടത്. മിനി മാഡം പറഞ്ഞു അത് പാടില്ല. അപ്പൊ ആന്റണി പെരുമ്പാവൂർ സാറും ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി പെരുമ്പാവൂരും പറഞ്ഞു, മിനി മാഡം പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ആ പ്രത്യേക വാക്ക് നമ്മൾ പറയരുത്. അതിനുശേഷം ഞാൻ ആ വാക്ക് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല, ടിവിയിൽ ഉപയോഗിച്ചിട്ടില്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ബോച്ചെ പറഞ്ഞ ഈ കുന്തി എന്ന വാക്കിന് നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. കോളേജിലെ പിള്ളേരൊക്കെ കാണുന്ന എല്ലാ പെൺപിള്ളേരെയും ഇതെടുത്ത് വിളിച്ചു പറയും, അത് മോശമായി മാറും. അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ബോച്ചെ 1 വർഷം ജയിലിലിടണമെന്ന് മാധുവിന് അഭിപ്രായമുണ്ടോ? ഈ മനുഷ്യൻ അഭിപ്രായ പ്രകടനം അനുസരിച്ചല്ല രാജ്യത്തെ നിയമവ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. ഈ പ്രയോഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെത് എന്ന് സാധൂകരിക്കാനാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കാണിച്ചത്. ഇതൊരു തുടർ അക്രമമാണെന്നേ. നോക്കൂ, ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളോട് എനിക്കറിഞ്ഞുകൂടെ എന്ത് മാനസികാവസ്ഥയിലാണ് ഇത്തരം വഷളന്മാരുടെ മുന്നിൽ നിന്നത് കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ചോദിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല. ഇനി എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കേട്ടുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദ്യം ചോദിക്കുന്ന ആളോട്, ഇന്റർവ്യൂ ചെയ്യുന്ന മനുഷ്യരോട്, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആളുകളോട്, എന്ന് വേണ്ട മുന്നിൽ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും സെക്ഷുവാലിറ്റിയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളെയും അധിക്ഷേപിച്ച് അങ്ങ് പോവാ. എന്തൊരു പ്രിവിലേജ്. മാധു പറയുന്നതിനോട് 101% യോജിക്കുകയാണ്. ആദ്യമായിട്ടായിരിക്കും മാധു പറയുന്നതിനോട് 101% യോജിക്കുകയാണ്. ബോച്ചെ ഹൈക്കോടതിയിൽ ഔദ്യോഗികമായി തന്നെ താൻ ഇനി അങ്ങനെ പറയില്ല,
പൊതുസ്ഥലത്ത് ശ്രദ്ധിച്ചോളാം എന്ന് രാമൻപിള്ള സാറിനെ പോലെ അഡ്വക്കേറ്റ് വഴി പറഞ്ഞു. പോയി ജയിലിൽ കിടക്കും. അതുകൊണ്ടാ അതിന് വഴിവെച്ച, അങ്ങനെ മാപ്പ് പറയാൻ വഴിവെച്ചത് ഈ പറയുന്ന തിരുത്തലുകളോ മോനെ പോട്ടെ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന പൊന്നോമനിക്കലോ അല്ല, അത് കോടതിയിൽ നിന്ന് ജയിലിൽ പോയി കിടക്കുന്ന ഉറപ്പുകൊണ്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. രാഹുൽ, വരാം ഞാൻ. ശ്രീമതി വീണ നായർ, ഇത് നോക്കൂ, ഇങ്ങനെ ഒരു തെറ്റ് എന്ന് കരുതി ക്ഷമിക്കാൻ ഇത് ആദ്യത്തേതാണോ? ആരോടാണ് മോശമായി പെരുമാറാത്തത്? ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഇത്രയധികം ഉദാഹരണങ്ങൾ ഉള്ള ഒരാൾക്ക് ഒരു തെറ്റല്ലേ എന്ന പ്രിവിലേജ് ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അടിത്തറ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. സത്യത്തിൽ ഞാനൊരു അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇപ്പൊ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമറസ് ഇൻസ്റ്റൻസസിൽ അദ്ദേഹം പല തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിൽ ഡബിൾ മീനിങ് വരുന്ന, അതായത് ഈ ഡബിൾ മീനിങ്ങിനെ ആഘോഷമാക്കുക, അതുവഴി കൂടുതൽ അറ്റൻഷൻ ജനങ്ങൾക്കിടയിൽ കിട്ടുക. അതായത് ഇപ്പം മധു നമ്മൾ പറയാറില്ലേ, പോസിറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയാണ്, നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയാണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയിലായിരിക്കും കൂടുതൽ ആൾക്കാർ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് അതായാലും മതി, അതിനെയും ആഘോഷമാക്കാം എന്നുള്ള മാനസികാവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട്. ബോച്ചെ എന്ന് പറയുന്ന ആൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പല സിനിമകളിലും നമുക്കറിയാം, അത് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഡബിൾ മീനിങ്ങുകൾ വരുന്ന ഡയലോഗുകൾ, ആ ഡയലോഗുകളെ പിന്നീട് കൊച്ചു കുട്ടികൾ വരെ ഏറ്റു പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൻ്റെ ശരി തെറ്റുകൾ, അതിൻ്റെ ഒരു മൊറാലിറ്റിയുടെ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സഭ്യതയുടെ വശങ്ങളൊന്നും പലപ്പോഴും മനസ്സിലാക്കാതെ തന്നെ കുട്ടികൾ പോലും ഇത് ഏറ്റുപറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കച്ചവട സിനിമ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ ഒരു വെർഷനാണ് ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് പൈസയുണ്ട്, ആ പൈസ വെച്ച് എല്ലാം കയ്യിലേക്ക് ഒതുക്കാം എന്ന് അദ്ദേഹം എവിടെയോ ധരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊതുമധ്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊരു മാന്യത പാലിക്കേണ്ടേ എന്ന തരത്തിലുള്ള അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് അതിർവരമ്പാണ് നമ്മളുടെ സംസാരത്തിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം. അതാണല്ലോ ഒരു സിവിലൈസേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കുറേ സമ്പത്തുള്ളത് കൊണ്ടോ പ്രശസ്തി ഉള്ളതുകൊണ്ടോ ഒന്നും ഒരാൾ സംസ്കാരമുള്ള ഒരാളാകണമെന്നില്ല. ആ സംസ്കാര ശൂന്യതയുടെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ 2025 സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോച്ചയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കമൻറ്റിന് അദ്ദേഹത്തെ പിടിച്ച് അകത്തിടണം. അപ്പോൾ ഞാൻ 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ കയറി നോക്കിയപ്പോൾ ബോച്ചയ്ക്ക് ഐക്യദാർഢ്യവുമായിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. അവർ പറയുന്ന കമൻറ്റ് എന്താണെന്ന് അറിയാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പലരെക്കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ പീഡനം തന്നെ നടത്തിയവരുണ്ട്, അവരൊക്കെ ഇതേ ഇപ്പോഴും പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കമന്റ് പറഞ്ഞ ബോച്ചെ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുകയാണ് എന്ന് പറയുന്ന ആ സ്ത്രീ പീഡനം നടത്തിയവരും തീർച്ചയായിട്ടും ബുക്ക് ചെയ്യപ്പെടണം. കൃത്യമായ രീതിയിൽ അവര് ട്രയലിന് വിധേയരാകണം. ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ കോടതികൾ ശിക്ഷിക്കുക തന്നെ വേണം. ഗവൺമെന്റ് സ്വന്തം ഫോട്ടോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ആളുകൾ ദുരുദ്ദേശത്തോടെ ഇടുന്ന ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ താഴെയോ കൊണ്ടുവന്ന് അവനവന്റെ മുഴുവൻ ഫ്രസ്ട്രേഷനെയും തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള കമന്റ് കൊണ്ടുപോയി ഇടാം, അവിടെ കൊണ്ടുപോയി ഛർദ്ദിച്ചു വെക്കാം എന്ന് വിചാരിക്കുന്ന കുറെ മനുഷ്യർ കിട്ടിയ താക്കീതാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ 2ാം ഘട്ടത്തിൽ ശ്രീ പ്രമോദ് പൊടുങ്ങരയിലേക്ക് വന്നില്ല എന്നാണ്. ശരിയല്ലേ ശ്രീ പ്രമോദ് പൊടുങ്ങര? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അതായത് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകുന്നു, ഇത്രയും മോശം കണ്ടന്റ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടും പറയുന്നത് പച്ച അശ്ലീലമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ആഘോഷിക്കാൻ കഴിയുന്നൊരു വിഭാഗം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, ആയിരക്കണക്കിന് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുമാകാമെന്നൊരു ലൈസൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. ചാരിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വരാം ശ്രീമതി വീണ. എന്തായാലും ശ്രീ പ്രമോദ് പൊടുങ്ങരയുടെ അവസരമല്ലേ, ഞാൻ വരാം, സമയമുണ്ടല്ലോ. ശ്രീ പ്രമോദ് പൊടുങ്ങര തുടരും.
ധനികർക്ക് എന്തുമാകാമെന്നും ഉദാരശീലരും സമ്പന്നരുമായ മനുഷ്യരാണെങ്കിൽ അവർക്ക് മറ്റു മനുഷ്യരുടെ സ്വകാര്യതകളുടെ മുകളിൽ മറ്റു മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് മുകളിൽ കടന്നു കയറാമെന്നുള്ളതൊക്കെ ഒരു ഫ്യൂഡൽ കാലത്തെയും രാജകാലത്തെയും ഒക്കെ ശീലങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ കൃത്യമായ ധനിക ദരിദ്ര വ്യത്യാസങ്ങളിലൊക്കെ പടുത്തുയർത്തിയ ഘടനയാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും എന്നുള്ളതുകൊണ്ട് അത് ഒരു വലിയ അളവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ മൂല്യങ്ങൾക്കനുസരിച്ച് അത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ധനിക ഹുങ്കുകളെയും ഔദ്ധത്യത്തെയും എതിർക്കുക തന്നെയാണ് ഒരു ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത്. പൗരൻ എന്ന് പറയുന്നത് തുല്യാവകാശത്തോടു കൂടിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനാവുന്ന, ലിംഗഭേദമില്ലാതെ തന്നെ എല്ലാ മനുഷ്യരുടെയും തുല്യമായ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാകണം ഒരു ജനാധിപത്യ സമൂഹം. അവിടെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ധനിക ഹുങ്ക് കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു തരം പെർവേർഷനാണ് മറ്റൊന്നുകൂടി. ഇത് വെറും ആണധികാര ഹുങ്ക് മാത്രമല്ല, അതൊരു തരം ആണധികാരത്തിൻ്റെ ലൈംഗിക വൈകൃതം കൂടിയാണ് അയാളൊക്കെ പ്രകടിപ്പിച്ചത്. ഇവിടെ മറ്റൊന്നുകൂടി പറഞ്ഞു, ഇവിടെ ഈ സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് വിളിക്കുന്ന ബോച്ചെ എന്നുള്ള വികൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ കക്ഷിയെ അയാൾ എന്തൊക്കെ ചെറിയ തെറ്റൊക്കെ ചെയ്തു, അതിന് അയാൾ ജയിലിൽ കിടക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അയാളുടെ വീട്ടുകാർക്കും അയാൾക്കുമുള്ള ആകുലതകളാണ്. നമുക്കൊന്നുമില്ല. അയാൾ നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കണം. അങ്ങനെയൊക്കെയാണല്ലോ നാട്ടിലെ നിയമങ്ങൾ. ഇത് അല്ലാണ്ട് ബ്ലഡ് മണി വാങ്ങി മാപ്പ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനമല്ല ഇന്ത്യയിലുള്ളത് വേറൊരു തരത്തിലുള്ള നിയമ സംവിധാനമാണ്. അതിനെക്കുറിച്ചുള്ള ജ്ഞാനക്കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ മാപ്പ് കൊടുത്തിട്ട് പുറത്തു വിട്ടൂടെ ഹണി റോസെ എന്നൊക്കെ ചോദിക്കുന്നത്. അതുപോട്ടെ. മറ്റൊന്ന്, ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ പുറപ്പെടുവിക്കുന്ന ഇത്തരത്തിലുള്ള വികൃതമായ ലൈംഗിക വൈകൃതത്തിൻ്റെ ഛായയുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ സാധൂകരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നു എന്നുള്ളതിനൊപ്പം അയാൾ അങ്ങനെയൊക്കെ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒപ്പം ഹണി റോസും സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. അവിടെയാണ് പ്രശ്നം. എന്തിനാണ് ഹണി റോസ് എന്നല്ല, ഏത് സ്ത്രീയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ, ലൈംഗികാതിക്രമത്തിന് ഇരയായാൽ അവരുടെ വസ്ത്രധാരണം കൂടി അതിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പ്രശ്നമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ലൈംഗിക ഹുങ്കുകളെയും ലൈംഗിക വൈകൃതങ്ങളെയും പ്രകോപിപ്പിക്കരുത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണോ നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? നിങ്ങൾക്ക് പ്രകോപനമുണ്ടാകുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രകോപനത്തിൻ്റെ വൃത്തികേടുകളെ മാറ്റേണ്ടത് ഒരു സംസ്കാര സമ്പന്നമായ സിവിലൈസ്ഡ് ആയിട്ടുള്ള ജനാധിപത്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിനെ ഉണ്ടാക്കുന്ന ഇതിന്റെ ഭാഗമായി നിങ്ങളാണ് തിരുത്തപ്പെടേണ്ടത്. അല്ലാതെ നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിന്റെ വിടവുകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രകോപനം സൃഷ്ടിക്കുകയല്ല. ഞാൻ ധരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെന്തൊരു അഭിമാനകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നീതിന്യായ വസ്ത്രം ധരിക്കാത്തൊരു സ്ത്രീയെ മാധു അല്ല, അങ്ങനെ നീതിന്യായ വ്യവസ്ഥയോ നമ്മളുടെ നിയമ സംവിധാനമോ ഒന്നും സ്ത്രീകൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നൊന്നും പറയുന്നില്ല. ഒബ്സിനിറ്റിയുടെ വിവിധ തരത്തിലുള്ള കാലങ്ങളിൽ പല കാലങ്ങളിലായി കോടതികൾ തന്നെ ഇവിടെ ആർട്ടിക്കിൾ 19 ഇത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക. അതിപ്പോൾ നമ്മുടെ ചർച്ചയുടെ ഒരു വിഷയമല്ല എങ്കിൽ പോലും ആയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല. പല കാലങ്ങളിൽ ഇതിൻ്റെ ഈ ഒബ്സിനിറ്റി ടെസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഹിക്ലിംഗ് ടെസ്റ്റ് അത് 19-ാം നൂറ്റാണ്ടിൽ US കോടതിയിൽ ഉണ്ടായതാണ്. പിന്നെ മില്ലർ ടെസ്റ്റ് അതൊരു 3 പ്രോങ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം റോത്ത് ടെസ്റ്റ് അതാണ്. പിന്നെ ഒബ്സിനിറ്റി എന്താണ്, അതൊരു ഒബ്സീൻ ആണോ, നിയമപ്രകാരം ഒബ്സീനായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടതാണോ എന്നുള്ളതിന് വിലക്കപ്പെടേണ്ടതാണോ എന്നുള്ള ടെസ്റ്റ്. ഇതിലൊക്കെ വന്ന് അവസാനം ഇന്ത്യയിലെ സുപ്രീം കോടതികൾ വിവിധ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിക് സർക്കാർ കേസിലടക്കം ഏറ്റവും പുതിയ മറ്റ് കേസുകളിലടക്കം പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡാണ് പലപ്പോഴും ഉപയോഗിക്കാറ്. ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെ കോടതിയും മറ്റ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരും എല്ലാം എത്തുന്നത് എന്താ, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് സാധനമല്ല. അത് കൃത്യമായ ജനാധിപത്യ പരിവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീ പുരുഷ തുല്യതയുടെയും ജെൻഡർ ഇക്വാലിറ്റിയുടെയും മനുഷ്യൻ്റെ സ്വകാര്യതയുടെയും അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും അവൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെയും അതിനൊക്കെ അപ്പുറം ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിൻ്റെ ബോഡിലി ഇൻറ്റഗ്രിറ്റിയുടെ മുകളിലുള്ള പരിപൂർണമായ അവകാശത്തിൻ്റെയും ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ സംസ്കാരം എന്നൊക്കെ, സംസ്കാരത്തിന് വിരുദ്ധമായാണ് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ മാന്യതയില്ല എന്നൊക്കെ. നിങ്ങൾ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരത്തിൽ മരവുരിയും മറ്റേ മുലക്കച്ചിയും ഒക്കെ കെട്ടി നിങ്ങൾ വരച്ചു വയ്ക്കുന്ന സീതയും മറ്റുള്ള ആളുകളും ഒക്കെ നിങ്ങൾ വരച്ചു വയ്ക്കുമ്പോൾ അവരെയൊക്കെ ലൂയിഡ് കമൻസുമായിട്ടാണോ ഈ ഭക്തന്മാരിപ്പോൾ കൈകാര്യം ചെയ്യുക? എന്തൊരു മോശം വസ്ത്രധാരണമാണ് അന്നത്തെ പുരാണങ്ങളിലെ നായകന്മാർ ഇപ്പോഴും വരച്ചു വയ്ക്കുന്നത്, നമ്മുടെ ചിത്രങ്ങളിലും എല്ലാം കാണുന്നത്. അത് അങ്ങനെയായ നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, നിങ്ങൾ തൊഴാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ കാണുന്ന ചുമർ ചിത്രങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഉദ്ധാരണവും സ്ഖലനവുമാണ് ഉണ്ടാകുന്നത്. വെറും വൃത്തികേട് പറയുന്നത്
പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആണധികാരത്തിൻ്റെ കീഴിലുള്ള സെക്കൻഡറി പൗരന്മാരാണ്, രണ്ടാം കിട പൗരന്മാരാണ് സ്ത്രീകൾ എന്നുള്ള കൃത്യമായ, ഇവിടെ തന്നെ പറഞ്ഞ താനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു മടിയോ ലജ്ജയോ ഇല്ലാത്ത തരത്തിൽ സ്ത്രീകളെ വെറും രണ്ടാം കിട മനുഷ്യജീവികളും തങ്ങൾക്ക് കീഴിലുള്ള മനുഷ്യരുമായിട്ട് കാണുന്ന അത്തരത്തിലുള്ള തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പുരുഷാധികാര ഹുങ്കിൻ്റെ പ്രശ്നം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനെ മാന്യത, വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞ് ലളിതവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഒരു മാന്യതയുടെ പ്രശ്നവുമില്ല. എൻ്റെ മാന്യത എന്താണെന്നുള്ളതും എൻ്റെ സംസ്കാര സമ്പന്നമായ ജീവിതം എന്താണെന്നുള്ളതും എൻ്റെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ കാണിക്കണമെന്നുള്ളതും വളരെ കൃത്യമായി നിശ്ചയിക്കാനും അതിനനുസരിച്ച് പെരുമാറാനുമുള്ള എല്ലാ അവകാശവുമുള്ള ഒരു മനുഷ്യജീവിയുടെ പേരാണ് സ്ത്രീ എന്ന് പറയുന്നത്. അത് പുരുഷൻ നിശ്ചയിക്കുന്നതല്ല. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അവർ നിശ്ചയിക്കുന്നതാണ്. പുരുഷൻ ശരി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കമന്റ് ഷെർലി അങ്ങനെ എന്തോ ഒരു പേരിലുള്ള പ്രൊഫൈലിൽ നിന്നാണ്. നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങളുടെ അഭിനയശേഷി കണ്ടിട്ടോ, നിങ്ങൾ ഒരു അഭിനേത്രി ആയിരുന്നു എന്ന് അറിയുന്നത് പോലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി തന്നെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹണി റോസിന് വലിയ തോതിൽ നന്നാക്കി കളയാമെന്നൊരു ചിന്തയോടുകൂടി വന്ന ഒരു കമൻ്റാണ്. അത് വലിയ തോതിൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും, ഇത്തരം താല്പര്യങ്ങളുള്ളവരുടെ ആണെന്നറിയില്ല, ആളുകളുടെയും വാട്സാപ്പുകളിലേക്ക് വരികയും അവർ ഇനി നമ്മളെ കൂടി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കളയാമെന്ന് വെച്ച് നമ്മളിലേക്ക് അത് അയച്ചു തരികയും ഒക്കെ ചെയ്യുന്നു. ശ്രീ ലാസർ ഷെൻ, നോക്കൂ, മൊബൈലിൽ സ്ക്രീനിൽ കിട്ടുന്നത്, വാട്സാപ്പിൽ കിട്ടുന്നത്, കണ്ടന്റിലൂടെ കിട്ടുന്നത് ഒക്കെയാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വലിയ തലമുറയെ കൂടി ആഴത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന ശേഷിയുണ്ട് ഈ മാലിന്യത്തിന് എന്ന ഇടം കൂടി മലയാളി ഭയക്കേണ്ടതുണ്ട്. മാധു, എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ 49 സ്റ്റുഡിയോകളാണ്. 49 സ്റ്റുഡിയോകളുണ്ട്. സ്റ്റുഡിയോയുടെ സ്വഭാവത്തിൽ മാറിയ, അല്ലെങ്കിൽ ഇവർ പറയുന്ന മതങ്ങളോ അല്ലെങ്കിൽ സംസ്കാരം എന്ന് ഇവർ പറയുന്ന കാര്യങ്ങളോ നിർബന്ധിച്ചിട്ടുള്ള കേരളീയം എന്ന് പറയുന്ന തരത്തിലുള്ള അല്ലാത്ത വസ്ത്രധാരണത്തിലേക്ക് തലമുറ മാറ്റം നമ്മൾ വളരെ വ്യക്തമാണ്. അതിന്റെ തെളിവാണ് കേരളത്തിൽ 49 സ്റ്റുഡിയോകൾ ഉണ്ടെന്നുള്ളത്. സ്റ്റുഡിയോ മാത്രമല്ല, അതിനനുസരിച്ചിട്ടുള്ള മാറിയ വസ്ത്രധാരണം എന്നുള്ള നിലയ്ക്കുള്ളത്. അതായത് പുതിയ കാലം മാറ്റത്തെ സ്വീകരിച്ചു കഴിഞ്ഞൊരു കാലം നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ജെൻസി പോലെയുള്ള ഒരു തലമുറയോട് ആണ് നമ്മൾ സഹകരിക്കുന്നത്. അവരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവർ കാണുന്നത് OTT പ്ലാറ്റ്ഫോമുകളിൽ അവർ കാണുന്ന കാഴ്ചകൾ ഉണ്ട് നമ്മുടെ മുന്നിൽ. സ്വാഭാവികമായും ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ പോലെയുള്ള ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള പോൺ, അല്ലെങ്കിൽ ഈ പാപ്പരാസികൾ മുന്നോട്ട് വെക്കുന്ന പോൺ, ഇപ്പോ മാധു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ പോയി ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു അഭിമുഖം പുറത്തുവിടുമ്പോൾ ആ അഭിമുഖത്തിൽ അഭിമുഖകാരിയോട് നടത്തുന്ന ഈ പറയുന്ന പോൺ ആയിട്ടുള്ള പ്രകോപന രീതി അത് എഡിറ്റ് ചെയ്ത് കളയാതെ വിടുന്നതാണ് വൈറൽ കണ്ടന്റ് എന്ന് കരുതുന്ന മീഡിയയുടെ കാലത്ത്. ആ മീഡിയയുടെ കാലത്ത് ഈ പറയുന്ന ജെൻസിയോ അല്ലെങ്കിൽ ആ തലമുറകളോ കാണുന്നത് അവർ ഇതൊന്നുമല്ല. അവർക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ പോണോ, ബോബി ചെമ്മണ്ണൂരിന്റെ ഇതൊന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ആ തലമുറയെ ഓർത്തിട്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ആ തലമുറ മാറ്റം സംഭവിച്ചു കഴിഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനോട് യോജിക്കേണ്ടിയിരിക്കുന്നു ശ്രീ ലാസർ ഷെൻ. കാരണം ഈ കേസിൽ തന്നെ ഹണി റോസ് അവരെ അപഹസിക്കുന്ന, അധിക്ഷേപിക്കുന്ന കമന്റുകൾ നടത്തിയതിന്റെ പേരിൽ കൊടുത്ത പരാതിയിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്ക് 60 വയസ്സാണ് പ്രായം. നോക്കുക, പ്രായം കൊണ്ട് 60 വയസ്സായ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ പ്രായം കൊണ്ട്, അനുഭവം കൊണ്ട് ബഹുമാനിക്കേണ്ട ഒരാൾ എന്ന നിലയ്ക്കാണ് നമ്മൾ അവർക്കൊക്കെ ഒരു സാമൂഹ്യമായ പരിഗണന കൊടുക്കുക. കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ വാഹകരാണല്ലോ പഴയ തലമുറക്കാർ എന്ന് പറയുന്നത്. അവരാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാൾ. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അതെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇതേ വിഷയം തന്നെ ഇൻസ്റ്റ പോലെയുള്ള ഒരു സ്പേസ് കൈകാര്യം ചെയ്യുന്നതും ഫേസ്ബുക്ക് പോലെയുള്ള ഒരു സ്പേസ് കൈകാര്യം ചെയ്യുന്നതും നോക്കുക. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ ഇപ്പോൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വ്യക്തമായും പെയ്ഡ് എന്നുള്ള ഉറപ്പിക്കുന്ന കമന്റുകളും കാര്യങ്ങളും തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അത് ഒരു കാര്യമുള്ളത്, വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ മുൻപിലുണ്ട്. ആ മാറ്റത്തിന്റെ ഭാഗമല്ല, ആ മാറ്റത്തെ ഏതെങ്കിലും തരത്തിൽ വഹിക്കുന്നവരല്ല ബോബി ചെമ്മണ്ണൂരോ എന്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറോ എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ നോക്കുക, ഇവിടെ ഈ പറയുന്ന ചർച്ചകളിൽ വന്നിരിക്കാൻ രാഹുൽ ഈശ്വർ ഇല്ലെങ്കിൽ ഒരാൾ പോലും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ മെയിൽ ഷോവിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കാൻ ഒരു രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക, ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ.
അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് വാസ്തവം. ആ വാസ്തവത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വെച്ചൊരു കാര്യം, പാപ്പരാസികൾ എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടിരിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആ ഇൻഡസ്ട്രിയെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് ബോബി ചെമ്മണ്ണൂരായി നമുക്ക് മുന്നിൽ ഇട്ടു തന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതിനോടുള്ള ഒരു ശക്തമായ ഒരു പ്രതികരണം നമുക്ക് ആവശ്യമുണ്ട്. കാരണം അതൊരു മാധ്യമ സ്വാതന്ത്ര്യമല്ലത്, അതൊരു റേപ്പ് തന്നെയാണ്, അതൊരു അതിക്രമം തന്നെയാണ്, അതൊരു ഒളിഞ്ഞുനോട്ടം തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതിനൊരു മാധ്യമം എന്നുള്ള നിലയിൽ റിമയാണെന്ന് തോന്നുന്നു. റിമ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ റിമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്? മീഡിയ എന്നാണ് അവർ പറയുന്നത്. അവരെല്ലാവരും പറഞ്ഞത് ഞങ്ങളാണ് മീഡിയ എന്ന് പറയുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വെട്ടുകിളികളെ പോലെയുള്ള 100-200 ക്യാമറകളാണ് ഒരു സ്ത്രീ ഒരു സിനിമ കാണാൻ വരുന്നിടത്ത് ചെന്ന് നിൽക്കുന്നത്. ഇവരാരാണ് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ചോദിക്കാനുണ്ട്. ഇവരാരും തന്നെയും നമ്മൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള മീഡിയ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. അപ്പൊ ഈ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട്. ആ ഇൻഡസ്ട്രി സിനിമയും ഒക്കെ ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോൾ ഇവർ കാണിക്കുന്ന ഈ അതിക്രമത്തിനെ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആ സിനിമയെ ബാധിക്കും എന്ന ഭയം കൂടി അതിന് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഹണി വളരെ വ്യക്തമായി അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സമരമാണ് എന്ന പ്രമോദ് പുഴകരയുടെ പോയിന്റ് ആണ് ഈ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന് ഹണി റോസും വളരെ വ്യക്തമായി ശക്തമായി പറയുകയും ചെയ്തതാണ്. ഒരിടവേള ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ലാസർഷൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അങ്ങ് പറയുന്നത് ഈ ഡിറ്റർജന്റ് പരസ്യത്തിൽ പോലെ 99.99% ഈ മാനസികാവസ്ഥയിലുള്ളവരാണ്. കേരളത്തിന്റെ പൊതുബോധം ഇതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര പബ്ലിക്കായി സ്വന്തം വ്യക്തിത്വം ഉപയോഗിച്ച് ന്യായീകരിക്കാൻ അധികം ആളുകൾ ഉണ്ടാകാത്തത്? ശ്രീ ലാസർ ഷൈൻ അടക്കമുള്ളവർ ആ കമന്റ് പെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഈ 10,000-കണക്കിന് കമന്റ് പെയ്ഡ് ആണെന്നാണ്. അതൊന്നും അല്ല. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൺസർവേറ്റീവ് എന്ന് വിളിക്കാം, പാരമ്പര്യവാദികൾ എന്ന് വിളിക്കാം, എന്താ പറയുക, പിന്തിരിപ്പന്മാരെന്ന് വിളിക്കാം. നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും മെന്റാലിറ്റി അതാണ്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ ലാസർ ഷൈൻ ഒരു പുരോഗമനവാദിയായിരിക്കും. ഞാനൊരു പാരമ്പര്യവാദിയാണ് സർ, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷെ ആ പാരമ്പര്യവാദമോ കൺസർവേറ്റീവ് പൊസിഷനോ ആണ് അപ്പർ ഹാൻഡ് കിട്ടുന്നത്. ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്ന രീതിയിലല്ല. നമുക്ക് മെയിൽ ഷോവിനിസവും വേണ്ട, ഫീമെയിൽ ഷോവിനിസവും വേണ്ട. രാഹുലിന്റെ വീട്ടിൽ കുട്ടികളുടെ മുന്നിൽ പോലും പറയട്ടെ. ഫീമെയിൽ ഷോവിനിസവും വേണ്ട, മെയിൽ ഷോവിനിസവും വേണ്ട, ഫീമെയിൽ ഷോവിനിസവും വേണ്ട. ബോച്ചയ്ക്ക് മാന്യത വേണം, ഹണി റോസിന് മാന്യത വേണം. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിക്കൂടെ? ബോച്ചയെ വേട്ടയാടാൻ ഹണി റോസിന്റെ മാന്യതയ്ക്ക് പോരെങ്കിൽ രാഹുലിന്റെ കേസ് കൊടുത്തു നോക്കി. രാഹുൽ ഹണി റോസിന് മാന്യത ഇല്ല എന്ന് പറഞ്ഞ് രാഹുലിന്റെ കേസ് കൊടുക്കൂ. അത് നിൽക്കുമെന്ന് നോക്കാം നമുക്ക്. അദ്ദേഹം പറയുമ്പോൾ ഫുള്ളിരുന്ന് കേട്ടില്ലേ? അതുകൊണ്ട് ബോച്ചയ്ക്ക് മാന്യത, ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിന്. എന്നാൽ രാഹുൽ കഴിഞ്ഞ ദിവസം ഹണി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിച്ചല്ലോ, അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രം കാണുമ്പോൾ ഇല്ലാത്തത് എന്ന്. ഈ നിയന്ത്രണത്തിന്റെ അളവ് പോലെ എന്താണ്? മധു, ഞാൻ കാര്യം വളരെ ആത്മാർത്ഥമായി പറയാം, സഭ്യമായിട്ട് പറയാം. ഇപ്പൊ അമല പോൾ ഒരു എറണാകുളത്തെ കോളേജിൽ പോയി, വളരെ നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് കാണിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി. പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെ? അങ്ങനെയാണോ നമ്മൾ പോകേണ്ടത്? സാരി മഹത്തരമായ ഡ്രസ്സാണ്. പക്ഷേ ടിപ്പ് ബെർസ പാനിയിൽ രവീന ടണ്ടൻ ധരിക്കുന്ന പോലത്തെ സാരി അല്ലെങ്കിൽ ആ രീതിയിൽ ധരിച്ചുകൊണ്ടാണോ ഹണി റോസ് പോകുന്നത്? രാഹുലല്ലേ തീരുമാനിക്കുന്നത്? സാധാരണ രാഹുൽ ഒരു വലിയ കോട്ടും ഇവിടെ 2 ത്രിവർണ്ണ പതാകയുടെ എംബ്ലവും ഒക്കെ വെക്കാറുണ്ട്. ചിലപ്പോ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാൾ എന്താ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നതെന്ന്. സ്വാഭാവികം അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പരാമർശിക്കാതെ പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനതിനെ ആക്ഷേപിച്ച് ചോദിക്കുകയല്ല. ഞാൻ പറയുന്നത് അത് രാഹുലിന്റെ ഇഷ്ടമല്ലേ ഞാൻ ചോദിക്കുന്നേ. ശരി, മറുപടി പറഞ്ഞോട്ടെ. ത്രിവർണ്ണ പതാകയെ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. ത്രിവർണ്ണ പതാക തോളിൽ ധരിക്കുന്നത് സാധാരണ രാജ്യസ്നേഹികൾക്ക് സന്തോഷമാണ്, ലിബറലുകൾക്ക് എനിക്കറിയില്ല. പോട്ടെ, ഇനി സീരിയസ് ആയ മറുപടി. അതായത് ഹണി റോസ് അടക്കം പറയട്ടെ ബഹുമാനമാണെന്ന് പറഞ്ഞ സീരിയസ് ആണ്. അത് മാധുവിനെ ദുരുദ്ദേശം വെച്ച് പറഞ്ഞെന്ന് കരുതണ്ട. അത് തമാശക്ക് പറഞ്ഞാൽ ദുരുദ്ദേശമല്ല ഞാൻ ചോദിച്ചത്. അങ്ങ് പറയാണ് ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ഞങ്ങൾ രാജ്യസ്നേഹികൾക്ക് വലിയ അഭിമാനമാണ്. എന്നിട്ട് പറയണം ഇനി സീരിയസ് ആയിട്ട് പറയട്ടെ. നേരത്തെ പറഞ്ഞ കോമഡിയാണ് ചോദിച്ചത്. ഒരു വരി തീർത്തോട്ടെ. ഹണി റോസ് എന്ന കലാകാരി, അഭിനേത്രി, അവരെ മലയാള സിനിമ പോസിറ്റീവായി കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് അഭിനയ സാധ്യതയുള്ള റോൾ കൊടുക്കണം. ഇനോഗ്രേഷനിലൂടെ അല്ല, അഭിനയത്തിലൂടെ, കലയിലൂടെ, പ്രകടനത്തിലൂടെ അവർക്കറിയാനും ഒരുപാട് അവാർഡുകൾ നേടാനും ഒക്കെ കഴിയട്ടെ. ഹണി റോസിന് എല്ലാവിധ ബഹുമാനവും ആദരവും.
പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തരുത്. അല്ല, ഈ വിമർശനം ഉണ്ടാകുന്നത് അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അവരൊരു നിയമ നടപടിയിലേക്ക് പോയപ്പോഴാണ് അവരെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്നും അവരെ വിമർശിക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപം തെറ്റാന്ന് ഞാനല്ലേ പറഞ്ഞത്. അല്ല, ഈ പറയുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള ത്വരയും വിമർശനത്തിലുള്ള ആവേശവും ഒക്കെ തോന്നുന്നത് അവർ ബോച്ചെ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ നിൽക്കാൻ തീരുമാനിച്ച നിമിഷമാണ്. അതിനു മുൻപ് രാഹുൽ ഈശ്വർ പബ്ലിക്കായിട്ട് അവർക്കെതിരെ കമന്റ് ചെയ്തിട്ടുണ്ടോ? അറിയാമോ? കേട്ടാൽ ഹണി റോസ് ഓഡിറ്റ് ചെയ്യപ്പെടും. ബോച്ചെ മാപ്പ് പറയണമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന പോയിന്റ് ജനങ്ങൾ കേട്ടാൽ ഹണി റോസിലേക്ക് ശ്രദ്ധ വരും, ഹണി റോസിന്റെ കണ്ടക്റ്റിലേക്ക് ശ്രദ്ധ വരും. മാപ്പ് പറഞ്ഞില്ലായിരുന്നല്ലോ, കോടതിക്ക് പുറത്ത് വലിയ വീരവാദമായിരുന്നില്ലേ? കോടതിക്കുള്ളിൽ പോയി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കടുക്കും എന്ന ബോധ്യത്തിൽ നിന്നല്ലേ, അല്ലാതെ അതങ്ങ് സാമൂഹ്യ പ്രതിബദ്ധത മാനം മുട്ട വളർന്നു പോയതുകൊണ്ടല്ലോ. ബോച്ചെ ഒരു മാവറിക് ആണ്. ബോച്ചെ ഈ അമേരിക്കയിലെ എലോൺ മസ്കിനെ പോലെയൊക്കെ ഒരു മാവറിക് ആണ്. പുള്ളിയുടേതായ രീതിയിൽ ജീവിക്കുക, അത് ശരിയാണെന്നല്ല. പുള്ളിയുടെ ഇത്തരം പ്രയോഗങ്ങൾ മാറ്റണം. ബോച്ചയെ കൊണ്ടും കേരള സമൂഹത്തിന് ഗുണമുണ്ട്, ഹണിയെ കൊണ്ടും കലാലോകത്തിന് ഗുണമുണ്ട്. ഇതൊരു അവസാനിക്കണം. ഈ അടി കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനല്ല, അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബോച്ചയെ ഇട്ട് വേട്ടയാടി അവസാനിപ്പിക്കാനോ അതിൽ നടപടി എടുക്കാനോ ഒക്കെ നമ്മളല്ല ശ്രമിക്കേണ്ടത്. കോടതിയിൽ വന്നൊരു കേസിൽ കോടതിയാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ അഭിഭാഷകനല്ല, അങ്ങേക്ക് അതിനെപ്പറ്റി അത്രയും അടിസ്ഥാനപരമായ ബോധമില്ലേ? ഞാൻ പൊതുസമൂഹം എടുക്കേണ്ട നിലപാടല്ലേ പറയുന്നത്. മാധവും മാധ്യമങ്ങളും നമ്മളും എടുക്കേണ്ട നിലപാടല്ലേ. ജഡ്ജി എന്തെടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ജഡ്ജി എടുത്തോട്ടെ, പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ വിവാദം അവസാനിപ്പിക്കണം. ഹണി റോസ് അടക്കം ആ വിവാദം അവസാനിപ്പിക്കാനുള്ള. എന്നിട്ട് ഈ കേസ് വരുന്നതിന് മുൻപ് ഈ മനുഷ്യൻ പറയുന്നത് മുഴുവൻ ഇമാതിരി വൃത്തികേടാണല്ലോ, അയാൾക്കെതിരെ പൊതുസമൂഹം അങ്ങ് പ്രവർത്തിച്ചു കളയാമെന്ന് നിങ്ങൾ ഈ ഇത്രയും വലിയ പാരമ്പര്യവാദികൾക്ക് തോന്നാത്ത എന്താണ്? മാഡം, അദ്ദേഹം പറയുന്നത് ശരിയല്ല. അത് വിമർശിക്കാൻ ഒരു മടിയുമില്ല. അതിനെതിരെ നിങ്ങളുടെ സാമൂഹ്യ ഓഡിറ്റ് ഇതിന് മുൻപ് ഉണ്ടായോ? ബോച്ചെ ഷഫാഖ് നാസിനെ കുറിച്ച് പറഞ്ഞതാണെന്നുള്ള കള്ള ന്യായീകരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കുന്തിയായിട്ട് അഭിനയിച്ച ഷഫാഖ് നാസിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ ഹണി റോസിനെ പോലെ ഇരിക്കും. ഇതിനു മുൻപ് നമുക്ക് എടുത്ത് എണ്ണി കാണിക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പറയുന്ന വാഗ്വിലാസത്തിലൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സമൂഹത്തിൽ. അതിങ്ങനെ തള്ളി തന്നിട്ടുണ്ടല്ലോ. അതിനെതിരെ പാരമ്പര്യവാദികളുടെ സമരമോ, അതിനെതിരെ പാരമ്പര്യവാദികളുടെ സംസ്കാരവാദികളുടെ സമരമോ, അയ്യോ കുഞ്ഞികളെ എന്ന ആഹ്വാനമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉപദേശം ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു സ്ത്രീ ചങ്കൂറ്റത്തോടെ യുദ്ധം പ്രഖ്യാപിച്ച് നിയമത്തിന്റെ വഴിയിൽ പോയപ്പോ ഉപദേശിച്ച് നന്നാക്കി കളയാമെന്ന ഔദാര്യം വളരെയധികം നന്ദി. പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. പിൻവലിച്ചാൽ പുള്ളിക്ക് കൊള്ളാം. ശരി.